കുടുംബക്കാരനെ പോലെ, സഹോദരനെ പോലെ ഓരോ വീടുകളിലും ഓർമ്മ വെക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു ജനകീയനായ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. എനിക്ക് ഉമ്മൻചാണ്ടി നേരത്തെ അറിയാമെങ്കിലും 1977 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 10-40 മരണം വരെ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകാനും ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇതുപോലെ ഒരു മനുഷ്യന് നമ്മുടെ ഒരു പൊതുപ്രസ്ഥാനത്തിൽ, പൊതുരംഗത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ ഒരാളിനെ കിട്ടാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ജനസേവനത്തിൽ ആളുകളുടെ ഇടയിലേക്ക് ഉമ്മൻചാണ്ടി അങ്ങ് ഇറങ്ങി നിൽക്കുകയാണ്. ഒരാളിനെ പോലും ദേഷ്യത്തോടു കൂടി കണ്ട് മാറ്റി നിർത്താനോ തന്റേതായ ഒരു ശൈലിയിൽ അവരുടെ എല്ലാ ആവലാതികൾ കേൾക്കാനും, ഞങ്ങളൊക്കെ ചെന്നൊന്നും കാണാൻ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു 500 ആളുകളുടെ നടുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ താറാവ് പിന്നെ എന്താണ് ശ്വാസം പിടിക്കാൻ മുകളിലോട്ട് പൊങ്ങി വരുന്നവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ തലയൊന്ന് പൊങ്ങി നോക്കും. ആൾക്കൂട്ടത്തിന്റെ നടുക്ക് ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു ഉമ്മൻചാണ്ടി, കയ്യിലൊരു അടുക്ക് പേപ്പർ ഓരോ ആളുകൾ കൊടുക്കുന്ന നിവേദനങ്ങളെല്ലാം ഇങ്ങനെ കയ്യിലോട്ട് വെച്ച് അവർ പറയുന്നതൊക്കെ ഒന്ന് കേട്ട് അതിനകത്തോട്ടൊന്ന് ശ്രദ്ധിച്ച് അവിടെ നിന്ന് അതിന് ഉത്തരവെഴുതുന്ന മഹേഷൊക്കെ എം എൽ എ ആയതുകൊണ്ട് അന്നേരം MLA ആണെങ്കിലും അല്ലെങ്കിൽ MLA-മാർക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് MLA അല്ല, 23 അല്ല, പക്ഷെ മരിക്കുമ്പോൾ MLA ആണ്. അത് MLA ആയി നിവേദനം കൊടുത്ത ആളെന്ന് എനിക്ക് നല്ല പറയുന്നു. നന്നായിട്ട് അറിയത്തില്ല എനിക്കറിയാം. MLA-യും MP മന്ത്രിമാരും ഒന്നും പ്രത്യേകതയില്ല, എല്ലാവർക്കും ഒരുപോലെ. അവിടെ ചെല്ലുന്നവരൊക്കെ ഒന്നും ഞാൻ കാണാതെ പോകാനും ഒക്കത്തില്ല. നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടത്തില്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, എവിടെയെല്ലാം. എന്റെ വീട്ടിൽ തന്നെ 2 മക്കളുടെ കല്യാണത്തിനും കൃത്യമായി എത്തിയത് ഉമ്മൻചാണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓടിയെത്താൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ മഹേഷ് പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇത്രയും ഒരു മനസ്സിന് അനുകമ്പ തോന്നുന്ന ഒരു മനുഷ്യ സ്നേഹിയെ വേറെ നമുക്ക് അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ ചെവി കേൾക്കാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് ചികിത്സ കൊണ്ട് ഒരു ഫലവുമില്ലാതിരുന്ന എത്രയോ കാലം, എത്രയോ കുട്ടികൾ. എന്റെ ചെറുപ്പത്തിലൊക്കെ ചെവി കേൾക്കാൻ വയ്യാത്ത ആളുകൾ നമ്മളെപ്പോലെ പ്രായമായി നിൽക്കുമ്പോൾ പോലും ആ ചെവിക്ക് കേൾവിയില്ലാത്ത എത്രയോ ആളുകളാണ്. ദശാബ്ദങ്ങളായി ഒരു പരിഹാരമില്ലാതിരുന്ന ആ രോഗത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്ത ഏറ്റവും ഫലപ്രദമായ തീരുമാനങ്ങൾ ഒന്നാണ് എത്രയോ കുഞ്ഞുങ്ങളുടെ ആ ഓപ്പറേഷൻ നടത്തി അവർക്ക് കേൾവിക്കുള്ള സഹായം ചെയ്യാൻ സംസ്ഥാന സർക്കാർ സൗജന്യമായി നടപ്പാക്കിയ പദ്ധതി. ഇവിടെ കാരുണ്യ പദ്ധതിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് ആ കാരുണ്യ പദ്ധതി എന്നും ഇല്ല, എല്ലാം നിന്നുപോയി. മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലും ഇന്ന് ആശുപത്രികളിൽ ചെന്ന് സർക്കാരിന്റെ ആ പദ്ധതികളൊന്നും ഇല്ല. അതൊന്നും ആരും ആശുപത്രികളും എടുക്കത്തില്ല, മെഡിക്കൽ കോളേജുകളിലും എടുക്കത്തില്ല. സർക്കാർ ആശുപത്രി പോലും സർക്കാരിന്റെ പദ്ധതികൾ എടുക്കാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ലോട്ടറിയുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കാരുണ്യ പദ്ധതി എത്ര വലിയ സംഭാവനയായിരുന്നു. എത്ര കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ കരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത്. എല്ലാവർക്കും ഒരു ആശ്രയമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞവന് ഒരു CPM-ന്റെ ഒരു ഗുണ്ട ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് പരിക്ക് പറ്റിച്ചു. നമുക്കറിയാം, മുഖ്യമന്ത്രി കയറുകൊണ്ടാത്ത സ്ഥിതി നമുക്കൊന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ സംരക്ഷണം കിട്ടുന്ന വ്യക്തിയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങാനും ഒരു കല്ലേറ് കിട്ടിയാൽ പിന്നെ ആ പ്രദേശം ഉണ്ടാവുമോ? പോലീസ് നരനായാട്ട് നടത്തുന്ന സ്ഥലത്ത് ആ വ്യക്തിയെ ഒന്നും ചെയ്യാൻ അനുവദിച്ചിരുന്നു. മാത്രമല്ല, ഉമ്മൻചാണ്ടി തന്നെ മുൻകൈ എടുത്ത ആ എറിഞ്ഞവന്റെ കേസ് ഇല്ലാതാക്കി അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞ ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയുള്ള, ഒരു ദീനാനുകമ്പയുള്ള, അല്ലെങ്കിൽ ഒരു സഹോദര ബന്ധമുള്ള ഒരു നേതാവായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാൻ എന്നെ പോലെ ഒരാളിന് കഴിയും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നത്. നമ്മുടെ
ഈ പ്രദേശത്ത് പല സംഘടനകളുടെ ആഭിമുഖ്യത്തിലൊക്കെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആദരവുകൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെ ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്വപുത്രൻ ഇപ്പോഴത്തെ പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മൻ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം വരുമ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ പ്രത്യേകമായ ഒരു താല്പര്യവും സ്നേഹവും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനോട് പ്രകടിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയുന്നതാണ്. ഇവിടെ നമ്മളിങ്ങനെ ഒത്തുചേരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവതരമായി നമ്മൾ ആലോചിക്കേണ്ട സമയമാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും ഫാസിസത്തിന്റെയും ഒക്കെ ഒരു ദുർഭൂതം ഈ രാജ്യത്ത് ഭരണത്തിൽ എത്തിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാട്ടിൽ, ഇന്ദിരാ പ്രിയദർശിനിയുടെ നാട്ടിൽ, സ്നേഹസമ്പന്നനായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഈ രാജ്യത്ത് എല്ലാവരുടെയും വീടുകളിലേക്കും സൗകര്യങ്ങൾ എത്തിച്ചു കൊടുത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഈ രാജ്യത്ത്, നരസിംഹറാവുവിന്റെ ഭരണം ഉണ്ടായിരുന്ന രാജ്യത്ത് നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായി നാം കാണുകയാണ്. ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മരണം ഒതുക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ ആലോചനയില്ലാതെ പോകാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഇവിടെ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും രാഷ്ട്രീയമുള്ളവരായിരിക്കും, രാഷ്ട്രീയ വിശ്വാസമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ മരുമക്കൾക്കോ അവരുടെ മക്കളുടെ മക്കൾക്കോ ഒക്കെ കൃത്യമായ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ഉള്ളവരായിരിക്കും. പക്ഷേ ഈ നാടിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ട സമയമാണ്. നമുക്കറിയാം, ഇന്ന് ഈ രാജ്യം ആപൽക്കരമായി 2 ദിവസം കൊണ്ട് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. രാജ്യം ഒരു കാലത്തും ആഗ്രഹിക്കാത്ത കൂട്ടാളികളെ കൂട്ടുപിടിക്കുന്ന ഒരു സന്ദർഭം. ചൈന എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഭാരതത്തിനോടുള്ള ബന്ധം എന്താണെന്ന് പുസ്തകം വായിക്കാൻ അറിയാവുന്ന മുഴുവൻ ആളുകളും അറിയേണ്ടുന്ന കാലമാണ്. ആ ചൈനയോട് കൂട്ടുചേർന്നുകൊണ്ട് കേവലം ഈ രാജ്യത്തിന്റെ മുഴുവൻ സംസ്കൃതിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അന്താരാഷ്ട്ര കൊള്ളയടിക്കുന്ന വൻകിട ഭൂപ്രഭുക്കന്മാരോട്, വൻകിട സമ്പന്ന രാജ്യങ്ങളോട്, ബഹുരാഷ്ട്ര കുത്തകളോട് താതാത്മ്യം പ്രാപിക്കാൻ RSSകാരൻ ഭാരതവൽക്കരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളെയും അന്യ രാജ്യങ്ങൾക്ക് വേണ്ടി പണയം വെക്കുന്ന ഒരു അന്തരാള ഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. ശ്രീലങ്ക എന്ന് പറഞ്ഞൊരു രാജ്യം തൊട്ടടുത്തുണ്ട്. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി ഒരു വിദേശ രാജ്യത്തിന്റെ കപ്പൽ പോകണമെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ അനുവാദം വേണമായിരുന്നു. രാജ്യത്തിന്റെ കപ്പലിനെ നമ്മുടെ കടലോര മേഖലകളിൽ കൂടി കടന്നു പോകാൻ അനുവദിക്കാതിരുന്ന ഇന്ത്യയെ അങ്ങനെ കാത്തു സംരക്ഷിച്ച ഇന്ത്യയുടെ ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളെയും രാജ്യത്തിന്റെ ഭാരതത്തിന്റെ സന്തതികളെ പോലെ കാത്തു സംരക്ഷിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് ശ്രീലങ്കയിലെ ഏറ്റവും വലിയ തുറമുഖം ഇന്ന് ചൈനയുടെ പ്രവർത്തന മേഖലയാക്കിക്കൊണ്ടുപോയി. തൊട്ടടുത്ത് ബർമയായാലും നേപ്പാളായാലും, നേപ്പാൾ പോലും ഈ രാജ്യത്തെ നോക്കി കണ്ണുരുട്ടി കാണിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാൻ കഴിയുമോ? നേപ്പാൾ എന്ന് പറഞ്ഞാൽ നേപ്പാളികൾ ജീവിക്കുന്നത് തന്നെ ഭാരതത്തിന്റെ മേഖലകളിലേക്ക് കടന്നു വന്ന് ജീവിക്കുന്നവരാണ്, ഓരോ ദിവസവും ജോലി ചെയ്യുന്നത്. ആ നേപ്പാളിലെ ഭരണകൂടം പോലും ഈ രാജ്യത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ചൈന ഈ രാജ്യത്തിന്റെ മേഖലകളിലേക്ക് കടന്നു കയറുന്നു എന്ന് കാണുന്നത് ആപൽക്കരമായ സൂചനകളാണ് ഈ രാജ്യത്തിന് നൽകുന്നത്. രാജ്യത്തിന്റെ ഭൂരിപക്ഷ സമുദായത്തെ അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദത്തെ ഊട്ടി ഉറപ്പിച്ച് ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലാതെ മറ്റാരും ജീവിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ അപകടകരമായ സാഹചര്യങ്ങളിൽ ഈ രാജ്യത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4000 കിലോമീറ്റർ നമ്മുടെ തൊട്ടടുത്ത കരുനാഗപ്പള്ളിയിൽ കൂടി നടന്നുപോയ ഈ രാജ്യത്തിന്റെ ഉത്തമ പൗരനായ നമ്മുടെ എല്ലാം വികാരവും നമ്മുടെ എല്ലാം ആവേശവുമായ ശ്രീ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയത് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു എന്ന് കാണേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത്. ഒരു കന്യാകുമാരി എന്ന് കാശ്മീരിലേക്ക് 4000 കിലോമീറ്റർ ഒരു മനുഷ്യൻ നടക്കുക. 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ രാജ്യവിരുദ്ധ ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട് സഹിക്കാഞ്ഞ്
രാജ്യത്തിന്റെ ജനങ്ങൾ, പാവപ്പെട്ടവർ, മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, രാജ്യത്തിന്റെ മക്കളെ പോലെ ജീവിക്കേണ്ടവർ, ഒരുമിച്ച് ഒരുപോലെ ജീവിക്കേണ്ടവർ, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വേർതിരിവോടുകൂടി ഇത്രയും കാലം എന്റെയൊക്കെ ജീവിതകാലത്ത് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രാജ്യത്തിന്റെ ജനാധിപത്യ മേഖലകളിൽ മതന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന, പൗരത്വ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന, രാജ്യത്തിന്റെ മണിപ്പൂർ എന്ന് കേട്ടാൽ നമ്മുടെ പത്രങ്ങളിൽ നിങ്ങളെങ്കിലും വായിച്ചു കാണും. മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 വർഷത്തോളമായി അവിടുത്തെ മനുഷ്യർ പരസ്പരം വെട്ടി മരിച്ച് കൊലപാതകങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഏറ്റവും വലിയ യുദ്ധ അന്തരീക്ഷം ഉണ്ടായിട്ട് ആ മണിപ്പൂരിലെ നിവാസികളെ ആശ്വസിപ്പിക്കാൻ ഒരു നേരം മണിപ്പൂർ എന്ന ഇന്ത്യയുടെ സംസ്ഥാനത്തേക്ക് ഒരു പ്രാവശ്യം ഒന്ന് യാത്ര ചെയ്യാൻ മനസ്സില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആ ധിക്കാരം, അദ്ദേഹത്തിന്റെ ജാതി വെറിയുടെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഈ രാജ്യത്തെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് പോലും നമ്മൾ ആലോചിക്കാത്ത ഒരു ദീർഘകാലം നമ്മുടെ ഇടയിലുണ്ടായി. പണ്ട് കാലങ്ങളിൽ കോളേജുകളിൽ പോയാൽ, പണ്ട് കാലങ്ങളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോയാൽ, നമ്മുടെ മക്കൾ ആ കോളേജുകളിൽ പോയാൽ നമ്മൾ അതിൽ സ്റ്റുഡൻസ് യൂണിയൻ KSUവിൽ ചേരണമെന്ന് നിർബന്ധിക്കും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കുറെ കാലങ്ങളായി അതിനൊന്നും നമ്മൾ മെനപ്പെടാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം SFIയിൽ ചേർന്നാൽ പോലും നമ്മൾ ചോദിക്കത്തില്ല. 1-ാം തരം വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികൾ SFIയിൽ ചേരുന്നു, ഫ്രീഡം ക്യാമ്പസ് ഫ്രണ്ടിൽ ചേരുന്നു, ABVPയിൽ ചേരുന്നു. നമ്മൾ അന്വേഷിക്കില്ല. അവർ പോയി ചേരുന്നതെല്ലാം ഈ രാജ്യത്തിന്റെ കലാപ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ അതിന് നോക്കാതെ ശ്രദ്ധിക്കാതെ നിന്നതിന്റെ ഫലമാണ് കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓരോ സ്ഥാപനങ്ങളും ഓരോ ജാതിയുടെയും മതത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന്റെയും കൈകളിലേക്ക് അമർന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ കാലഘട്ടം, നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന നമ്മുടേതായ കുഞ്ഞുങ്ങളുടെ വ്യത്യസ്തമായ രൂപഭാവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുമ്പോൾ നമ്മള് ജാഗ്രത കുറവ് കൊണ്ടാണ് സംഭവിച്ചത് എന്നൊരു തിരിച്ചറിവിന്റെ കാലമാണ്. മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലെ ബോംബെയിലേക്ക് രാഹുൽ ഗാന്ധി കടന്നുപോയത് 6500 കിലോമീറ്ററാണ്. ഈ രാജ്യത്തിന്റെ നെറുകയിലും കുറുകയും ഈ രാജ്യത്തെ മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മക്കളെ ഒന്നിപ്പിച്ചു നിർത്താൻ RSSകാരനും BJPക്കാരനും ഈ രാജ്യത്ത് ഉയർത്തിവിട്ട വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും അന്തരീക്ഷം ഒഴിവാക്കി ഈ രാജ്യത്ത് സഹോദര സ്നേഹത്തിന്റെയും ഗാന്ധിജി വിഭാവനം ചെയ്ത ഭാരതത്തിലെ ജനങ്ങളാകെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരുമയുടെയും കൂട്ടായ്മയുടെയും മന്ത്രവുമായിട്ടാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ നെറുകയിൽ കൂടി നടന്നു നീങ്ങിയത്. അതിന്റെ ഫലമാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായത്. ഇവിടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുന്നു. കേരളത്തിൽ 18 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ജയിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ BJPക്ക് 400 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ മാധ്യമങ്ങളെല്ലാം BJPയുടെ കരങ്ങളിലെ ചട്ടുകങ്ങളായി മാറുന്ന കാഴ്ച. ഇന്ത്യ രാജ്യത്തെ മാധ്യമങ്ങൾ ഒന്നാകെ ഈ രാജ്യത്തിന്റെ ഭരണകൂടം വിലക്കെടുത്ത് അവർക്ക് വേണ്ടി മാത്രം ഓശാന പാടുന്ന മാധ്യമ സമൂഹത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിന്റെ ജനങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ചപ്പോൾ, അല്പമേ ആയിട്ടുള്ളൂ, അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തുണ്ടായാൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത്യുജ്വലമായ തിരിച്ചുവരവ് നടത്താൻ ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിൽ കുറിച്ചതിന്റെ സൂചനയാണ് ഈ 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ 99 സീറ്റ് നേടി ഇപ്പോൾ 102 പാർലമെന്റ് അംഗങ്ങളുമായി കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി കടന്നു വരുന്നു. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി 1.25 മണിക്കൂർ സമയം പാർലമെന്റിൽ പ്രസംഗിക്കുന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു, ലോക രാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രധാന പത്രങ്ങൾ രാഹുൽ ഗാന്ധിക്ക് തലക്കെട്ടുകൾ കൊടുക്കുന്നു. പാർലമെന്റിൽ നടന്ന പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾ, ഓരോന്നായി ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും
ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുട്ടുവിറയ്ക്കുന്ന കാഴ്ചയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ, ലോകത്തെ ജനങ്ങൾ കണ്ടത് എങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ മോചന നേതാവായി, രാജ്യത്തിന്റെ മോചന നേതാവായി കടന്നു വരാൻ പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് മഹാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നിറയുന്ന ഓർമ്മകൾ നിറയുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കിക്കൊണ്ട് പള്ളിച്ചന്തയിൽ ഒരു കാലത്ത് ഇവിടുത്തെ പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഘട്ടകമായിരുന്ന ഈ പ്രദേശത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, ജോണച്ചേങ്ങൾ പോയോ? ഇവിടെ പള്ളിച്ചന്തയിൽ നടന്ന ഒരു വലിയ അടി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കയറി ആദ്യമൊക്കെ നമ്മുടെ തന്നെ കൊച്ചു കുട്ടികൾ ചിലത് CIT ആണെന്നൊക്കെ പറഞ്ഞ് ചവിട്ടുതൊഴിലാളിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അവസാനം ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഞങ്ങളൊന്നും സ്ഥലത്തില്ല. ഇവിടെ നടന്ന ഭയങ്കരമായ ഒരു സംഘർഷമാണ്. മരിച്ചുപോയ അടുത്തിലേക്ക് മണിയമ്പിള്ള, അതുപോലെ തന്നെ പഞ്ചായത്ത് ബേബിച്ചായൻ, എംപ്ലോയ്മെന്റിലെ ബാബു സാറ് ഇല്ലേ ജോണിച്ചേ, ഒരു സന്നാഹം ഇറങ്ങി അങ്ങ് തൂത്തുവാരി അടിച്ചു കളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരായി അന്ന് ഇവിടെ ഞെളിഞ്ഞു നടന്ന് ഞങ്ങളാണ് ഗുണ്ടകൾ എന്ന് പറഞ്ഞ് നടന്ന ആളുകൾക്ക് അടികൊണ്ട് ഈ ഓരം വഴി പിരവിടത്തിൽ കൂടി ചീനിക്കടയിൽ കൂടി വാഴക്കടയ്ക്ക് പോയി ഒക്കെ ഓടുന്നതൊക്കെ കണ്ട് അതിനുശേഷം ഞാൻ അന്ന് തന്നെ തിരിച്ചെത്തിയ ഒരു സ്ഥലമാണ് പള്ളിച്ചന്ത. പള്ളിച്ചന്തയിൽ ശൂരനാടെന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമല്ലോ. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഞാൻ പറയും, എന്റെ ശൂരനാടെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് കോട്ടയായിരുന്നു. ഞാൻ ജനിച്ചു വീണ എന്റെ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1948 കൽക്കട്ട തീസിസ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് ശൂരനാട് വടക്ക് പഞ്ചായത്ത്. ഒരു സബ് ഇൻസ്പെക്ടറെയും 3 കോൺസ്റ്റബിൾസിനെയും വെട്ടിക്കൊന്ന് നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാരുടെ അന്നത്തെ പ്രത്യയശാസ്ത്രത്തിന്റെ ഉന്മൂലനാശം നടപ്പാക്കിയ പഞ്ചായത്തിന്റെ സന്തതികളാണ് ഞാനും നിങ്ങളും നമ്മളൊക്കെ ഭൂരിപക്ഷം ആളുകൾ. ആ പ്രദേശത്താണ് നമ്മൾ ഈ യോഗം ചേരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പേടിച്ച്